ഇതിനിടയിൽ CPI നേതൃത്വത്തിൽ വീണ്ടും ഭിന്നത എന്ന വാർത്ത വരുന്നു. CPI വക്താക്കൾ വേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാർട്ടി നിലപാട് സെക്രട്ടറി പറയുമെന്ന് ബിനോയ് വിശ്വം പറയുന്നു. ADGP വിഷയത്തിൽ ദേശീയ നിർവാഹക സമിതി അംഗം പരസ്യ പ്രതികരണം നടത്തിയതാണ് ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചത് എന്നതാണ് സൂചന. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഈ പ്രകാശ് ബാബുവിന്റെ പ്രസ്താവനകളാണോ പരസ്യ പ്രസ്താവനയും അദ്ദേഹം ജനയുഗത്തിലും ലേഖനമൊക്കെ എഴുതിയിരുന്നു, ഇതൊക്കെയാണ് ഇത്തരമൊരു നിലപാടും പ്രതിസന്ധിയും CPI ഉണ്ടാക്കുന്നത്? അതുതന്നെയാണ് കാരണം. ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിച്ചതാണ്. അപ്പോൾ അന്വേഷണത്തിന് ശേഷം നടപടിയെന്ന് മുഖ്യമന്ത്രി മറുപടി പറയുകയും അതിൽ CPI ഒരു പരിധിവരെ തൃപ്തരാവുകയും ചെയ്തു. അതിനുശേഷമാണ് നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് പാർട്ടി ഫോറങ്ങളിലും പുറത്തുമൊക്കെ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. എന്നാൽ ഇടതുമുന്നണി യോഗം അടുത്ത ദിവസം പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് രൂക്ഷ വിമർശനം പ്രകാശ് ബാബു ഉന്നയിച്ചത്. അതാണ് ബിനോയ് വിശ്വത്തെ ചൊടിപ്പിച്ചത്. അങ്ങനെ പാർട്ടി നിലപാട് പറയാൻ താൻ മാത്രം മതി, പാർട്ടിക്ക് വക്താക്കളെ ആരെയും പാർട്ടി വച്ചിട്ടില്ല, വക്താക്കളുടെ അഭിപ്രായം പറയേണ്ട എന്നൊരു കർശന നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത്. അത് പ്രകാശ് ബാബുവിന് മാത്രമല്ല, തൃശൂർ വിഷയത്തിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന ES സുനിൽകുമാർ നടത്തിയ പ്രതികരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് ബിനോയ് വിശ്വത്തിന്റെ ഈ വിമർശനം. പക്ഷേ പാർട്ടി പത്രത്തിൽ ലേഖനം എഴുതിയത് പാർട്ടി സെക്രട്ടറി അറിയിച്ചിട്ടാണെന്ന് പ്രകാശ് ബാബു പറഞ്ഞു. തന്റെ നിലപാട് പാർട്ടി നിലപാടിനെ ശക്തിപ്പെടുത്തുന്നതാണ്, അതിന് തളർത്തുന്നല്ല എന്നായിരുന്നു പ്രകാശ് ബാബുവിന്റെ മറുപടി. ഏതായാലും CPI നേതൃത്വത്തിലുള്ള ഭിന്നത പല വിഷയങ്ങളിലും ബിനോയ് വിശ്വം ഒരു അഴകുടമ്പൻ നിലപാട് സ്വീകരിക്കുന്നുവെന്ന വിമർശനം CPI തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായി കൂടിയാണ് കടുത്ത നിലപാടുമായി പ്രകാശ് ബാബു രംഗത്ത് വരുന്നത്. അതിനെ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് തടയുകയാണ്, തടസ്സമുണ്ടാക്കുകയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം ചെയ്യുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും CPIയിൽ ഉണ്ടാകുന്ന ഭിന്നത അത് നേരത്തെ തന്നെ ഉള്ളതാണ്, പക്ഷേ അതൊന്നുകൂടി രൂക്ഷമാകുന്നു എന്നതാണ് സാഹചര്യം. അരുൺ സൂചിപ്പിക്കുന്നത് പോലെ ബിനോയ് വിശ്വത്തിന്റെ നീക്കം അതിനെതിരെ വലിയ തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു എന്ന സാഹചര്യമുണ്ട്. അതേസമയം CPIയിൽ ഭിന്നതയൊന്നുമില്ലെന്നാണ് മന്ത്രി കെ രാജൻ, CPI നേതാവ് കൂടിയായ മന്ത്രി കെ രാജൻ പറയുന്നത്. പാർട്ടിയിൽ ഭിന്നതയില്ല, പാർട്ടിയിൽ ഭിന്നതയുള്ളത് മാധ്യമ സൃഷ്ടി എന്നതുമാണ് അദ്ദേഹം പറയുന്നത്. എക്സിക്യൂട്ടീവിൽ ഒരു തരത്തിലുള്ള ഭിന്നതയുമില്ല, പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഏകകണ്ഠമായിട്ടാണ്. സെക്രട്ടറി പാർട്ടിയിൽ ഒറ്റപ്പെട്ടിട്ടില്ല, സെക്രട്ടറി ഒറ്റപ്പെട്ടാൽ പിന്നെ സംഘടന തന്നെ ഉണ്ടാവില്ല. ഈ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആരോഗ്യകരമായ ചർച്ച മാത്രമാണ് പാർട്ടിയിൽ നടക്കുന്നത് എന്നതാണ് കെ രാജന്റെ വിശദീകരണം. പക്ഷേ CPIയുടെ സാഹചര്യം മറ്റൊന്നുകൂടി ഉണ്ട് എന്നതാണ് അവസ്ഥ.